ക്രിസ്തുയേശുവിന്റെ നിസ്തുല നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 21 അധ്യായം 18 വാക്യം ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി എടുക്കുന്നു. യോഹന്നാൻ 21:18. ആമേൻ ആമേൻ, ഞാൻ നിന്നോട് പറയുന്നു, നീ യൗവനക്കാരനായിരുന്നപ്പോൾ നീ തന്നെ അരകെട്ടി ഇഷ്ടമുള്ളയിടത്ത് നടന്നു. വയസ്സനായ ശേഷമോ നീ കൈ നീട്ടുകയും മറ്റൊരുത്തൻ നിന്റെ അരകെട്ടി നിനക്ക് ഇഷ്ടമില്ലാത്ത ഇടത്തേക്ക് നിന്നെ കൊണ്ടുപോവുകയും ചെയ്യും എന്ന് പറഞ്ഞു. കർത്താവിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. ക്രിസ്തുവിനോടുള്ള പ്രതിബദ്ധതയ്ക്ക് അതിൻ്റെതായ വില നൽകേണ്ടതുണ്ട്. ആടുകളെ പാലിക്കുന്നതിനുള്ള നിയോഗം ഏറ്റെടുത്ത ഉടൻ അതിൽ ഉൾക്കൊണ്ടിരിക്കുന്ന ത്യാഗത്തിന്റെ വില യേശു പത്രോസിനോട് സൂചിപ്പിക്കുന്നതാണ് 18-19 വാക്യങ്ങൾ. പത്രോസിന് സംഭവിക്കാൻ പോകുന്ന രക്തസാക്ഷിത്വത്തെക്കുറിച്ച് പ്രവാചക ഭാവത്തിൽ യേശു പത്രോസിനെ ഓർമ്മിപ്പിക്കുന്നു. വയോധികനാകും വരെ പത്രോസ് ജീവിക്കുമെന്നും കൈകൾ നീട്ടപ്പെട്ടവനായി അയാൾ മരിക്കുമെന്നും യേശു പറഞ്ഞത് സംഭവിക്കാനുള്ള പത്രോസിന്റെ ക്രൂശു മരണത്തെ സംബന്ധിച്ചായിരിക്കാം. വിശദാംശങ്ങൾ നമുക്കറിയില്ല എങ്കിലും തൻ്റെ മരണത്തിൽ പത്രോസ് തൻ്റെ ഗുരുവിൻ്റെ മരണത്തിൻ്റെ രീതിയാണ് പിന്തുടർന്നത് എന്ന് സ്വീകാര്യമായ ഒരു പാരമ്പര്യം പ്രചാരത്തിലുണ്ട്. ശിഷ്യത്വത്തിൻ്റെ പാത കുരിശിൻ്റെ പാത തന്നെയാണ്. ജോൺ കാൽവിൻ പറഞ്ഞതുപോലെ ക്രിസ്തീയ ജീവിതം തുടർമാനമായ സ്വയം മരിപ്പിക്കലിൻ്റെ പാതയിലാണ് മുന്നേറുന്നത്. ദൈനംദിന ജീവിതത്തിൽ 1000 പ്രാവശ്യമെങ്കിലും സ്വേച്ഛയ്ക്ക് മരിക്കുകയും ദൈവഹിതത്തിനായി ഉയിർത്തെഴുന്നേൽക്കുകയും ചെയ്യുന്നതാണ് ക്രിസ്തീയ ജീവിതം. പത്രോസിന് സംഭവിക്കാൻ പോകുന്ന മരണത്തെക്കുറിച്ച് കർത്താവ് സൂചിപ്പിച്ചു കഴിഞ്ഞയുടൻ അത് മരണം കൊണ്ട് ഇന്ന വിധം പത്രോസ് യേശുവിനെ മഹത്വപ്പെടുത്തും എന്നതിൻ്റെ സൂചനയായിരുന്നുവെന്ന് യോഹന്നാൻ രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ സ്വന്തം ഹിതത്തെ മരിപ്പിച്ചുകൊണ്ട് ദൈവഹിതത്തെ സ്വീകരിക്കുന്നതാണ് ശിഷ്യത്വത്തിൻ്റെ ശൈലി എന്ന് പറയുന്നത്. പത്രോസ് യേശുവിനെ അറിയില്ല എന്ന് 3 വട്ടം തള്ളിപ്പറയുകയും യേശുവിൻ്റെ മരണത്തിന് ശേഷം പുനരുത്ഥാനത്തിനും ശേഷം ഇനിയും ഈ ഒരു ശിഷ്യ സമൂഹത്തിന്റെ ഭാഗമായി നിൽക്കേണ്ടതില്ല എന്ന് കരുതി പഴയ തൊഴിലിലേക്ക് മടങ്ങുമ്പോൾ പത്രോസിനെ തേടി കർത്താവ് തിബര്യാസിന്റെ കരയിൽ വരുന്നതും അവർക്ക് പ്രാതൽ ഒരുക്കി നൽകുന്നതുമൊക്കെ യോഹന്നാൻ വിവരിക്കുകയാണ്. അവർക്ക് സ്വാദിഷ്ടമായ ഭക്ഷണം നൽകിയതിന് ശേഷം പത്രോസുമായി കർത്താവ് നടത്തുന്ന രഹസ്യമായ ഒരു സംഭാഷണമാണിത്. ഒരുപക്ഷെ മറ്റുള്ളവർ കേട്ടിട്ടുണ്ടാവാമെങ്കിലും പത്രോസിനോട് മാത്രമായി കർത്താവ് ഇടപെടുന്നു. അപ്പോൾ നമ്മുടെ മടങ്ങിപ്പോക്കുകളിലെല്ലാം നമ്മെ പിന്തുടരുന്ന ഒരു സ്നേഹ സാന്നിധ്യമുണ്ട്. അതിൻ്റെ പേരാണ് നമ്മുടെ കർത്താവ്. വീണ്ടും വലിയ ഉത്തരവാദിത്വത്തിലേക്ക് പത്രോസിനെ കർത്താവ് ക്ഷണിക്കുമ്പോൾ അവൻ്റെ മുൻപിൽ വയ്ക്കുന്ന മാനദണ്ഡം നിനക്ക് എല്ലാറ്റിനേക്കാളും എന്നെ സ്നേഹിക്കാൻ കഴിയുമോ എന്നതാണ്. അപ്പോൾ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഏറ്റവും അടിസ്ഥാന കാര്യം, അല്ലെങ്കിൽ കർത്താവിനോടുള്ള പ്രതിബദ്ധത നിലനിൽക്കാനുള്ള നമ്മുടെ പ്രചോദനം എന്ന് പറയുന്നത് സ്നേഹമായിരിക്കണം, ഭയമല്ല. പല മതങ്ങളും ഭയത്തെക്കുറിച്ചാണ് പഠിപ്പിക്കുന്നത്. ഭയപ്പാടുകൾ കൊണ്ടുള്ള ഒരു ബന്ധമല്ല നമുക്ക് നമ്മുടെ രക്ഷകനായ കർത്താവിനോടുള്ളത്. സ്നേഹബന്ധമാണ്, അല്ലെങ്കിൽ ഒരു രക്തബന്ധമാണ്. അത്
കുറച്ചുകൂടെ ഒരു സമർപ്പണ ബോധത്തോടെ ഊട്ടിയുറപ്പിക്കാൻ സാധിക്കുന്നോ എന്ന ചോദ്യമാണ് പത്രോസിന് മുമ്പിൽ വയ്ക്കുന്നത്. പറയുന്നു, അങ്ങനെയാണെങ്കിൽ, നീ അത് തിരഞ്ഞെടുക്കുകയാണെങ്കിൽ നിന്നെ കാത്തിരിക്കുന്നത് അസാധാരണമായ ത്യാഗമായിരിക്കാം. അതിന് ഒരുക്കമുണ്ടോ എന്ന ചോദ്യവും ആവർത്തിക്കുന്നു. ഓരോ ക്രിസ്ത്യാനിക്കും ഈ ഭൂമിയിലെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ കാത്തിരിക്കുന്നു എന്നതാണ് വാസ്തവം. പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട ദൈവമേ, സ്വർഗീയ പിതാവേ, മനോഹരമായ പുതിയ ദിനത്തിൻ്റെ പ്രഭാതത്തിനായി സ്തോത്രം. രാത്രിയിൽ നിദ്രയും വിശ്രമവും നൽകി ഉറക്കവും ഉണർവും ദാനമായി നൽകിയ ദൈവത്തിന് സ്തോത്രം. പകൽക്കാല ജീവിതത്തിൽ അവിടുത്തെ കൃപയിൽ ആശ്രയിച്ച് മുന്നേറുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അങ്ങയോടുള്ള സ്നേഹബന്ധത്തിൽ ഊഷ്മളമായി നിലനിൽപ്പാൻ സഹായിക്കണമേ. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന പ്രിയപ്പെട്ടവർ, വിവാഹവാർഷികം ആഘോഷിക്കുന്നവർ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവം തമ്പുരാന്റെ കരുതലിൽ സൂക്ഷിക്കണമേ. യേശു മശീഹ മൂലം പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക അനുഗ്രഹവും കൃപയും നമ്മോടുകൂടെ ഇപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.